ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയാണ്. കളമശ്ശേരിയുടെ ഏറ്റവും വലിയ സെന്ററിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. HMT ജംഗ്ഷൻ എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് വെറും 2.9 കിലോമീറ്റേഴ്സ് മാത്രമാണ് വരുന്നത്. KV സ്കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്രീയ വിദ്യാലയ സ്കൂൾ നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നാൽ കാണാം. വെറും 750 മീറ്റേഴ്സ് മാത്രമാണ് ദൂരം വരുന്നത്. നല്ലൊരു ലൊക്കേഷനാണ്. HMT ജംഗ്ഷന് വളരെ അടുത്താണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് നോക്കിയാൽ 7.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കാണെങ്കിൽ 9.6 കിലോമീറ്റേഴ്സും എയർപോർട്ടിലേക്ക് വെറും 18 കിലോമീറ്റേഴ്സും മാത്രമാണ് ദൂരം വരുന്നത്. ഹോസ്പിറ്റലുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും 4.5 കിലോമീറ്റേഴ്സ് ആണ്. രാജഗിരി ഹോസ്പിറ്റൽ അടുത്താണ്. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഈസി ആയിട്ട് എത്താം. സ്കൂളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്കൂളുകളുണ്ട്. KV സ്കൂൾ നമുക്ക് നടന്നു പോകാനുള്ള ദൂരത്തിലാണ്. കളമശ്ശേരി സെന്റ് പോൾസ് സ്കൂള്, നൈപുണ്യ സ്കൂള്, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വളരെ എളുപ്പത്തിലെത്താം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീടിന് നമ്മൾ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറവാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇവിടെ വർക്ക് കഴിഞ്ഞ 2 വീടുകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്തുള്ളത്. ഒരു വീട് ഓൾറെഡി ആൾ താമസമായതാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് കൂടി മാത്രമാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത്. വളരെ വലിയ ഒരു ഏരിയയിലാണ് ഈ കാണുന്ന, നല്ല നോട്ടം കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. റോഡ് വരുന്നതിന്റെ നേരെ ഫേസ് ചെയ്തിട്ട് എൻഡ് ഭാഗത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ വീടിന് നല്ല വ്യൂ ആണ്. ബാക്കി ഇവിടെ നിങ്ങൾക്ക് പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ എല്ലാം ഉടനെ തന്നെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ മതിൽ നിന്നും കെരിൽ നിന്നൊക്കെ തന്നെ നമുക്ക് തുടങ്ങാം. മതിൽ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ലേസർ കട്ട് ഡിസൈൻ വരുന്നുണ്ട്. വീടിന്റെ ഒരു മോഡലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ്, വളരെ ഭംഗിയായിട്ടുമാണ് എന്നാൽ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തെ ബാൽക്കണിയിലൊക്കെ ടെക്സ്റ്റർ വർക്കുകൾ വരുന്നുണ്ട്. അവിടെ കുറച്ച് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ ലൈറ്റ് ഗ്രേ ഷെയ്ഡ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലേക്കും ഫോൾഡ് ചെയ്യാവുന്ന ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറുന്നത് വീടിന്റെ ഫ്രണ്ടിലേക്കാണ്. ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് കിണർ കാണാം. കിണറിന്റെ ഒരു സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. മറ്റൊരു ഓപ്ഷനായിട്ട് നമുക്ക് ഇവിടെ എടുക്കാവുന്നത് KWയുടെ വോട്ടർ കൂടിയാണ്. നമുക്ക് 2 വീലർ ആണെങ്കിലും കാർ പാർക്കിങ്ങിനൊക്കെ ആണെങ്കിലും നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ചെറിയ കാറുകളാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 2-3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഏരിയ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ കാണുന്ന മുറ്റം ഫുൾ ആയിട്ട് തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൂടെയൊക്കെ ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വന്ന് എൻഡ് ചെയ്യുന്നത് വീടിന്റെ ഒരു ബാക്ക് സൈഡിന്റെ സ്പേസിലേക്കാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മളുടെ ഈ ഒരു വഴി കണ്ടിന്യൂ ചെയ്തിട്ട് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കിണറിന്റെ സൈഡിലൂടെ വീടിന്റെ ലെഫ്റ്റ് സൈഡ് പോകുമ്പോൾ നമുക്ക് അവിടെയും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിൽ വന്നിട്ടാണ് ഈ ഒരു വഴി എൻഡ് ചെയ്യുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ബ്ലാക്ക് കളറിൽ വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്ത് ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് പവർ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ലൈറ്റ് ഒന്നും ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വോള് ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്കൊരു 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള അത്ര സ്പേസ് ആണ് കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോറിയെ കാണുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ദർശനം വന്നിട്ട് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഒറ്റപ്പാളിയിലുള്ള മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. നേരെ വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിന് ചെറിയൊരു വൈറ്റ് ഡിസൈനും കൂടെ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിനായിട്ടുള്ള സ്പേസ് നമുക്ക് ഇവിടെയാണ്. ഡൈനിങ് സ്പേസ് ആ ഒരു ഭാഗത്തുമാണ് വരുന്നത്. TV വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു വോൾ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയാണ് പ്ലഗ് പോയിന്റും അതേപോലെ തന്നെ ബാക്കിയുള്ള കേബിൾ വരാനുള്ള ലൈൻ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് ഒക്കെ സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ്ങിനായിട്ട് തന്നിരിക്കുന്ന ഏരിയ വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. SS ആണ് ഹാൻഡ് റൈൽസ് എല്ലാം വരുന്നത്. സ്റ്റെപ്പുകളൊക്കെ നോക്കിയാൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെ നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇൻവെർട്ടർ വെക്കാനായിട്ട് കബോർഡുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെയാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ ജാഗ്വാറിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ നമുക്കൊരു ചെറിയ കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ലിവിംഗും ഡൈനിങ്ങും കൂടെ ഒറ്റ വലിയ ഹാളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ നീളവും വീതിയൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 17 അടി നീളവും 8.5 അടി വീതിയുമാണ് ഈ ഒരു വലിയ ഹാളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് താഴത്തെ 1ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ എല്ലാം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 10 അടി നീളവും 10 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും ബാക്കി 2 വിൻഡോസ് ഇവിടെയും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ്, ആവശ്യമില്ലാത്ത വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ബെഡ്റൂമിനകത്ത് ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് ഗ്രേ കളർ ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടത്. നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസ്സിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. വാസ്തുപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ടൈലാണ്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഇവിടെ 3 വിൻഡോസും ഇവിടെ വരെ 2 വിൻഡോസും വരുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമുക്ക് കുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ചെറിയൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആ ഒരു സ്പേസിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് കിച്ചൺ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. അവിടെയും നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കിച്ചണിലെ പോലെ തന്നെ സെയിം ഗ്രാനൈറ്റ് ബ്ലാക്ക് കളർ സ്ലാബുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 വിൻഡോസും വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നാൽ നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. കിച്ചൺ കണ്ടു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. സാധാരണ വീടുകളിലൊക്കെ നമുക്ക് കിട്ടാത്തൊരു ഫെസിലിറ്റിയാണ് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഗ്രേ കളർ ടൈല് തന്നെയാണ് ഈ ഒരു കോമൺ ബാത്റൂമിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ജാഗ്വാറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. കയറി വരുന്ന സ്റ്റെപ്പിന്റെ വഴികളെല്ലാം നോക്കിയാൽ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എയർ ഹോള് കിട്ടുന്നുണ്ട്. മുകളിലേക്ക് വന്ന് നിൽക്കുന്ന ഈ പോർഷനിൽ ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് ഇവിടെയും 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വന്നത്. വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു വിൻഡോ കാണാം. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് ബാക്കി മുകളിലേക്കുള്ളത് കാണാം. ഒരു വലിയ ഹാളായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സ്ട്രൈറ്റ് നോക്കുമ്പോൾ 3 വിൻഡോസ് വരുന്നുണ്ട്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു വലിയ വോള് കിട്ടുന്നുണ്ട്. ടി വി വെക്കാനായിട്ടൊക്കെ നമുക്ക് അറേഞ്ച്മെന്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ടി വി യൂണിറ്റ് വെക്കാനുള്ള പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. താഴെ ഒരു ബെഡ്റൂം ആണ് നമ്മൾ കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. ഈ ഭാഗത്ത് 2 വിൻഡോസും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ലൈറ്റ് ഗ്രേ ഷെയ്ഡ് തന്നെയാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ ബാത്റൂമും അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത്. എല്ലായിടത്തും ഡോറുകളുടെ പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 11.5 അടി നീളവും 9 അടി വീതിയുമാണ് വരുന്നത്. വിൻഡോസ് ഇവിടെ 3 എണ്ണവും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സ്പേസ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ അഡീഷണൽ ഡ്രസ്സിംഗ് ടേബിളോ വേറെ ഡ്രസ്സ് സ്റ്റാൻഡ് ഒക്കെ വെക്കണമെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. 3ാമത്തെ ബാത്റൂമിലും ഗ്രേ കളറിലുള്ള സെയിം ഡിസൈൻ വരുന്ന ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം കണ്ടു. നമ്മൾ വീണ്ടും ഇവിടുത്തെ ഹാളിലാണ് വരുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള പില്ലറിന്റെ ടെക്സ്ചർ വർക്കുകൾ നിങ്ങൾക്ക് ഇവിടെ പില്ലറിൽ കാണാൻ പറ്റുന്നുണ്ട്.
സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഹാൻഡ് റൈൽസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. മുകളിലും പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ പവറിന്റെ ചെറിയ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അത് ഓൺ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റാത്തത്. രണ്ടാമത്തെ ഫ്ലോറിൽ നിന്ന് സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്കാണ് വരുന്നത്. ആ സമയത്ത് അവിടെ നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്യാവുന്ന 2 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെപ്പ് കയറി ഏറ്റവും ടോപ്പ് പോർഷനിൽ നമ്മൾ എത്തുന്ന സമയത്ത് അവിടെയായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി പോലൊരു ചെറിയ സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനും വേസ്റ്റ് വാട്ടർ ലൈനുകളെല്ലാം തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തുറക്കുന്ന ഡോറ് ഓപ്പൺ ടെറസിലേക്കാണ് ചെല്ലുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയുടെ ഹൃദയഭാഗത്താണെന്ന് പറയാം. HMT ജംഗ്ഷനിൽ നിന്നും ഈ കാണുന്ന വീട്ടിലേക്ക് വെറും 2.9 കിലോമീറ്റേഴ്സ് ആണ് ദൂരം വരുന്നത്. KV സ്കൂൾ, കേന്ദ്രീയ വിദ്യാലയ സ്കൂൾ വളരെ അടുത്താണ്. വെറും 750 മീറ്റേഴ്സ് മാത്രമാണ് ദൂരം വരുന്നത്. ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ്, നല്ലൊരു ലൊക്കേഷനാണ്. ഒരുപാട് വീടുകൾ വേറെ വരുന്ന നല്ലൊരു പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കംപ്ലീഷൻ കഴിഞ്ഞ 2 വീടുകളിൽ ഒരെണ്ണം സെയിലായി. ഈ ഒരു വീട് കൂടിയാണ് ഇനി സെയിലിനായിട്ടുള്ളത്. ഈ ഒരു ബഡ്ജറ്റിൽ HMT ജംഗ്ഷൻ അടുത്ത വീടുകൾ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, ഒരുപാട് കോളുകൾ വരാറുണ്ട് കളമശ്ശേരി ഭാഗത്ത്. അത് മെഡിക്കൽ കോളേജ് ഭാഗങ്ങളൊന്നും അധികം ആരും അങ്ങോട്ടേക്ക് പറയാറില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് HMT ജംഗ്ഷൻ അടുത്ത വീടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു വീട് കൊണ്ടുവന്നിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3.75 ആണ് ലാൻഡ് അളവ് വരുന്നത്. 3.75 സെന്റിൽ 1320 സ്ക്വയർ ഫീറ്റ്, 1320 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. അത് കൂടാതെ നമുക്ക് താഴെ വരുന്ന ഈ ഒരു ഡൈനിങ് ഹാളിനടുത്തായിട്ട് ഒരു കോമൺ ബാത്റൂം കൂടെ വേറെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ കാറുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3 വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്, റോഡിന് വളരെ അടുത്താണ്. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 65 ലക്ഷം രൂപയാണ്. 65 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.